അതിനാൽ ജില്ലയിലെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകളിലാണ് ജാഗ്രത വേണ്ടത്? കഴിഞ്ഞ 5 ദിവസത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഇന്ന് പകൽ സമയത്ത് ഏറെക്കുറെ 5 മണിക്കൂർ സമയം പിന്നിടുമ്പോൾ കാര്യമായ മഴയില്ല. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ തോത് കണക്കിലെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു വർധനവ് ജലത്തിൻ്റെ അളവിൽ കാര്യമായി ഉയർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട നദികൾ പമ്പയും അച്ചൻകോവിലും അതോടൊപ്പം തന്നെ മണിമലയും ഒക്കെ തന്നെ കര തൊട്ട് ഒഴുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി മഴ കനത്ത് പെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വെള്ളപ്പൊക്കത്തിൻ്റെ നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്നുള്ള ആശങ്ക ഉണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പമ്പയാണ്. പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ പെരുന്നാട് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അരയാഞ്ഞിലിമൺ കോസ്വേ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കോസ്വേയിൽ വെള്ളം കയറി നടന്നു പോകാനുള്ള യാത്ര പോലും അങ്ങനെയുള്ള സാധ്യത പോലും അടഞ്ഞത്. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട യാത്രാമാർഗം കൂടിയാണ്. നദിയുടെ അടിത്തട്ടിൽ നിന്നും ഏറെക്കുറെ ഈ പാലത്തിലേക്ക് കോസ്വേയിലേക്ക് ഒരു 6 അടിയുടെ മാത്രം ഉയരമാണുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മഴ ഏതാനും ദിവസങ്ങൾ തുടർച്ചയായി പെയ്താൽ സമാന രീതിയിൽ വെള്ളം കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും കാൽനട യാത്ര പോലും അസാധ്യമാകുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. മറുകരയിൽ ഉള്ളതാണ് അരയാഞ്ഞിലിമൺ ദേശം. അവിടെ ഏറെക്കുറെ 350-നടുത്ത് കുടുംബങ്ങളുണ്ട്. പിന്നോക്ക വിഭാഗക്കാരടക്കം താമസിക്കുന്ന ഒരു മേഖലയാണ്. 5-ാം വാർഡ്, പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡാണ്. ആ മേഖല ഇപ്പോൾ ഏറെക്കുറെ ഒറ്റപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങേക്കരയിലുള്ള ആളുകൾക്ക് മറ്റ് ഗതാഗതത്തിനുള്ള മാർഗങ്ങളുണ്ട്. ഇത് എപ്പോഴാണ് വെള്ളം കയറുന്നത്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് വെള്ളം കയറുന്നത്. ഇന്നലെ രാവിലെ തൊട്ടേ വെളുപ്പിനെ തൊട്ടേ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. കുറവുണ്ട്, ഇച്ചിരി ശമനം വന്നു. അങ്ങേക്കരയിലെ ആളുകളുടെ സ്ഥിതി എന്താ? അവരുടെ പരിതാപന ഇതാണ്. അവർക്ക് വേറെ ഒരു മാർഗവും ഇല്ല ഇങ്ങോട്ട് കിടക്കാൻ. എല്ലാ വർഷവും കാലവർഷവും ഇങ്ങനെ ശക്തമായ ഈ മഴയുടെ കുറവ് ഉണ്ട്. അത് ഈ വെള്ളത്തിൻ്റെ അളവ് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇച്ചിരി കുറവ് കാണാൻ പറ്റിയിട്ടുണ്ട്. വർഷാവർഷം 1-2 തവണയൊക്കെ സമാന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. ഇതിന് പരിഹാരം എന്നോണം നടന്നു പോകാൻ പറ്റുന്ന തരത്തിൽ ഒരു ഇരുമ്പ് പാലത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. പക്ഷേ അത് സാധ്യമായില്ല. ഒരു പാലത്തിൻ്റെ പണി ഏത് ഘട്ടത്തിൽ? പണിയൊന്നും നടക്കുന്നില്ല. അവിടെ തൂക്കുപാലത്തിനെല്ലാം പൈസ അനുവദിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പണി നടക്കുന്നില്ല. നാട്ടുകാരവിടെ പണി തുടങ്ങി അത് മുടക്കുകയും ചെയ്തു. ഇപ്പം തൂക്കുപാലം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അക്കരെ പോകാനൊരു സൗകര്യമായിരുന്നു. അപ്പം യാത്ര ചെയ്യാനാണ്. തൂക്കുപാലം വേലും അത്രയും പെട്ടെന്നൊന്നും ഉണ്ടാക്കി കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. നാട്ടുകാർ പണി നടത്തിയതായിരുന്നു. അവിടെ പണി നടന്ന 2 പില്ലറും ആയി. അവർ ആ പണി മുമ്പോട്ട് പോകുമായിരുന്നു. ഇപ്പം അക്കരെ ആൾക്കാർക്ക് പോകാമായിരുന്നു. നാട്ടുകാർ പിരിവെടുത്ത്. അപ്പം അതൊന്നും നടന്നില്ല. ഇവിടെ ചെറിയ ആംബുലൻസിലൂടെ കടന്നു പോകാവുന്ന രീതിയിലുള്ള പാലമാണ് പ്ലാൻ ചെയ്തിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, അങ്ങനെ തന്നെയായിരുന്നു. കാരണം ചില 10,000 രൂപ ആൾക്കാരിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് പിന്നെ അത് 2 പില്ലറും പണിതു. അന്നേരത്തേക്കും നമ്മുടെ ബഹുമാനപ്പെട്ട MLA വന്ന് പറഞ്ഞു. MLAയും പിന്നെ പെരുന്നാട് പഞ്ചായത്ത് മെമ്പറും കൂടെ പറഞ്ഞു, നിങ്ങൾ ആ പണിയുണ്ട, ഉടൻ തന്നെ ഞങ്ങൾ ജനപ്രതിനിധിയാണ്, ഞങ്ങൾ ഉടൻ തന്നെ 2-3 മാസത്തിനകം പാലം പണിതാക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാട്ടുകാർ കൂടി ഇപ്പോൾ പണിതിട്ട് ഈ കിടപ്പ് രോഗികളെയും മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കടന്നു പോരാനുള്ള കൊണ്ടുപോകാൻ വളരെ നല്ല സൗകര്യം ഉണ്ടായാൽ. അരയാഞ്ഞിലിമണ്ണുകാർ ഇനിയിപ്പം ഒരു അത്യാവശ്യ ഘട്ടത്തിലേക്ക് അവർ പോകണമെങ്കിൽ, റാന്നിയിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ വെച്ചൂച്ചിറയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യും? ശരി.